VIP-കളുടെ സുരക്ഷയ്ക്കായി തൃശൂർ രാമനിലയത്തിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെ ഡ്യൂട്ടിക്കിടുന്ന സംഭവം അത് ഒരു പതിവുള്ള കാഴ്ചയാണ്. പക്ഷേ അവർക്കൊരുക്കിയിരിക്കുന്ന വിശ്രമ മുറി അത് നമ്മളൊന്ന് കാണേണ്ടത് തന്നെയാണ്. കുപ്പത്തൊട്ടിക്ക് സമാനമാണ് ഇവിടുത്തെ വിശ്രമ മുറി. മാലിന്യങ്ങൾക്ക് ഉള്ളിൽ ഒരു മുറി, അത് അങ്ങനെ വേണം ഈ വിശ്രമ മുറിയെ നമുക്ക് പറയാൻ. ബാത്റൂം ശുചീകരിച്ചിട്ടൊക്കെ വർഷങ്ങളായി കാണും. വെള്ളം പോലുമില്ല ഇവിടെ. 101 വിളിച്ചാൽ പാഞ്ഞെത്തുന്ന നമ്മുടെ അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥർക്ക് ഇങ്ങനെയൊക്കെ മതിയോ സൗകര്യങ്ങൾ? MS ലിഷോയ് ഉണ്ട്. ലിഷോയ്, ഈ ദൃശ്യങ്ങൾ കണ്ടാൽ നമുക്ക് മനസ്സിലാകുന്നത് ഈ വേസ്റ്റുകളൊക്കെ ഇടുന്ന ഒരു മുറി, അതിനെ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഒരു വിശ്രമ മുറി അല്ലെങ്കിൽ ഒരു വിശ്രമ കേന്ദ്രം എന്നൊക്കെ വിളിക്കാൻ പറ്റുക? മാത്രമല്ല, ഇപ്പോൾ നമുക്ക് എന്തൊരു ആപത്ത് വന്നാലും ഓടി വരുന്നവരാണ് ഈ ഫയർഫോഴ്സുകാർ. അവരോട് ഇത്തിരിയെങ്കിലുമൊക്കെ ഒരു മര്യാദ കാണിക്കണ്ടേ? അധികൃതരൊക്കെ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു നിലപാടിലേക്ക്, നടപടികളിലേക്കൊക്കെ പോകുന്നത്? അതാണ് സേതു, നമ്മളിപ്പോൾ എന്ത് ആപത്ത് വന്നാലും നമ്മളുടെ കൂടെ ഉണ്ടാകും, അല്ലെങ്കിൽ നമ്മൾ വിളിച്ചാൽ വിളിപ്പുറത്തുണ്ടാകുമെന്ന് കരുതുന്നവരാണ് ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ. ഈ പല VIP-കളുടെ വാഹന വ്യൂഹത്തിന് പുറകിലും, അതായത് ഗവർണർ, മുഖ്യമന്ത്രി, അതുപോലെ തന്നെ മറ്റ് കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ വന്നു കഴിഞ്ഞാൽ അവരുടെ ആ ഒരു വാഹന വ്യൂഹത്തിലും അവർ തിരികെ പോകുന്ന ഇടത്ത് അവർ ഇവിടെ നിന്ന് പോകുന്നത് വരെ അവരുടെ കൂടെയുള്ള പോലീസുകാരെ പോലെ തന്നെ കൂടെയുള്ള ഒരു വിഭാഗമാണ് ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നത്. ഈ രാമനിലയത്തിലെല്ലാം തന്നെ ദിവസങ്ങളോളം ഇങ്ങനെ VIP-കളെല്ലാം തന്നെ വരുന്നൊരു സ്ഥലം കൂടിയാണ് തൃശ്ശൂർ സർക്കാർ അതിഥി മന്ദിരമാണ്. അവിടെയുള്ള ഇവർക്കുള്ള വിശ്രമ മുറിയാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിലെല്ലാം തന്നെ കണ്ടത്. അതിനെ എങ്ങനെയാണ് പറയുക എന്നുള്ളതല്ല, ആ ദൃശ്യങ്ങൾ തന്നെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകുക എത്രത്തോളം വൃത്തിഹീനമാണ് ഈ ഒരു അന്തരീക്ഷം എന്നുള്ളത്. അവർ കിടക്കുന്ന അല്ലെങ്കിൽ അവർ വിശ്രമിക്കുന്ന ഒരു ഇടം മാത്രമാണ് ഇത്തിരിയെങ്കിലും ഒരു ശുചീകരിച്ചിട്ടുള്ള ഒരു ഇടം. ആ ബാത്റൂമിലൊക്കെ ടാപ്പിൽ വെള്ളമില്ല എന്നുള്ളത് മാത്രമല്ല, അതെല്ലാം തന്നെ ശുചീകരിച്ചിട്ട് തന്നെ എത്രയോ കാലങ്ങളായ പോലെയാണ് നമുക്ക് തോന്നിയത്. അതിൻ്റെ ഉള്ളിൽ മരപ്പട്ടിയുടെ കാഷ്ടം വരെ എനിക്ക് അവിടെ കയറിയപ്പോൾ കാണാൻ സാധിച്ചു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ഉള്ള ഈ സേനാംഗങ്ങൾക്കെല്ലാം തന്നെ നൽകുന്ന ഒരു സൗകര്യങ്ങൾ ഇത്ര മതിയോ എന്നുള്ളതാണ് ഇവിടെ ഉയരുന്നൊരു ചോദ്യം. ഇതിന് സമാനമായി തന്നെയാണ് പോലീസിൻ്റെയും ഒക്കെ കാര്യം, ഇതൊക്കെ തന്നെയാണ്. പക്ഷേ നമുക്കെല്ലാം സേവനങ്ങൾ തരുന്ന കുറച്ച് ആളുകൾ, ആ ആളുകൾക്ക് കുറച്ചെങ്കിലുമൊക്കെ ഒരു പരിഗണന നമ്മൾ നൽകേണ്ടതല്ലേ? അധികൃതർ എന്തുകൊണ്ടാണ് ഇതിനൊന്നും തന്നെ ഒരു തിരിഞ്ഞു നോക്കാത്തത് എന്നുള്ളതാണ് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഇപ്പോൾ എന്തെങ്കിലും ആവശ്യത്തിന്, അതായത് അവർക്ക് ബാത്റൂമിൽ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ തൃശ്ശൂർ രാമനിലയത്തിൽ ഡ്യൂട്ടിക്കുള്ള ഉദ്യോഗസ്ഥർ നേരെ അവരുടെ ഫയർഫോഴ്സ് ഓഫീസിലേക്കോ മറ്റോ തിരികെ പോയി ആ ആവശ്യങ്ങൾ നിർവഹിച്ച ശേഷം മടങ്ങി വരികയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അടക്കിപ്പിടിച്ച് അവിടെ ഇരിക്കുക എന്നുള്ളത് മാത്രമാണ് അത് ചെയ്യാവുന്ന ഒരു കാര്യമായി ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറയുന്നത്. വളരെ ദയനീയമെന്ന് മാത്രമേ ഈ കാര്യത്തിൽ പറയാൻ സാധിക്കൂ. ദയനീയൊന്നും മാത്രമല്ല ലിഷോയ്, ഗതികേടാണ്. നമ്മുടെ ഉദ്യോഗസ്ഥരുടെയൊക്കെ ഗതികേട് എന്ന് തന്നെ പറയാം. ഇത്തരത്തിൽ VIP-കൾക്ക് കൂടെയൊക്കെ ഈ അകമ്പടി സേവിക്കുന്നവരൊക്കെ ഇങ്ങനെ അവരോട് ഇത്തരത്തിലൊരു മര്യാദകേട് കാണിക്കാൻ അധികൃതർക്ക് എങ്ങനെ തോന്നുന്നു എന്നൊരു ചോദ്യം കൂടി ബാക്കിയാകുന്നു. എന്താണെങ്കിലും ലിഷോ, ഈ ഒരു വാർത്തയൊക്കെ കണ്ടിട്ട് അധികൃതർ ഇടപെടട്ടെ. അവർക്കൊരു ബെറ്ററായ ഒരു വിശ്രമ മുറി നൽകാൻ അധികൃതർ ഇനിയെങ്കിലും തയ്യാറാകട്ടെ. മനുഷ്യത്വപരമായി ഉദ്യോഗസ്ഥരോട് പെരുമാറട്ടെ അവർ. ശരി ലിഷോയ്.